അതെ പോകുമ്പോ ഇതിനെ കൂടെ കൊണ്ടുപോയിക്കോ. വന്നപ്പോ തൊട്ട് ഉറക്കാണ്. എടാ ദിവസം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കലുണ്ട് ദാസാ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഒന്ന് വേഗം ഇറങ്ങോ നീയേ. എടി നീയേ ഒന്ന് വേഗം ഇറങ്ങോ. ഞാനിവിടെ കിടന്ന് ഉറങ്ങാൻ വന്നതൊന്നുമല്ല. ഇതൊന്ന് തീരണ്ടേ. ക്ഷമ വേണം, ക്ഷമ. സമയം എടുക്കും. ഒന്ന് വേഗം ഇറങ്ങോ. എന്റെ പൊന്നി നീ നിനക്കൊന്ന് ഫ്രഷ് അടിച്ചൂടെ. ഈ ഹാർപ്പി കൊണ്ട് പോവാത്ത 1% കീടാണില്ല. അതുപോലെയാണ് അതും. ഞാൻ ഫ്ലഷ് അടിച്ചത്, അത് പോയില്ല. പിന്നെ പാഴ്സലാക്കി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഓടി പട്ടി ഉളുപ്പില്ലാത്തവളെ. അല്ല, അകത്തുമായിട്ട് എന്താ, 1ആണോ അത് 2ആണോ? 1 അല്ല 2 അല്ല 3. കൊച്ചു കള്ളി. അപ്പൊ ഇതിനകത്താണല്ലേ നിന്റെ 3ആം മുറ. ഒന്ന് പോയി തരൂ, ഞാനൊന്ന് കുളിക്കട്ടെ. നീ കുളിക്കുമ്പോ എനിക്കൊരു ഉപകാരം ചെയ്യും. എന്താണാവോ കാര്യം? നീ കുളിക്കുമ്പോ എന്നെ കൂടെ ഒന്ന് കുളിപ്പിച്ചു തരും. ഞാൻ കുളിച്ചിട്ട് 2 days ആയി. നിന്നെ ഞാൻ കുളിപ്പിച്ച് കടത്തും. ഒന്ന് പോയേ. എന്താ പരിപാടി? സൺഡേ അല്ലേ, ചുമ്മാ ഇരിക്കും. അതെ, ഞാൻ ഓട്ടോക്കാരനാണ്. ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. പരിപാടിയിലേക്കോ? എന്റെ ചക്കരെ വരുമ്പോ വിളിക്കണ്ടേ? ഞാൻ വീട്ടിലില്ല. താൻ ബിസിയാണോ? ഏയ് അമ്മച്ചിയെ മെസ്സേജ് അയക്കുമായിരുന്നു. നീയേ ആ വോളി ഒന്ന് കുറച്ച് വെക്ക്, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് എടുത്ത് വെക്ക്. ഓ തമ്പുരാട്ടി, നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ്. നീ ഹെഡ്സെറ്റ് എടുത്ത് വെക്കടി. നിനക്ക് ബുദ്ധിക്ക് കുറവുണ്ടെന്ന് നിനക്കറിയാം. അപ്പൊ ചെവിക്കും തുടങ്ങിയോ? എന്താ ചെറിയ നിനക്ക് മാത്രത്തൊരു ചൊറിച്ചില്? ഇവർക്ക് ആർക്കും ഇല്ലല്ല. നിന്റെ ഫോണിന്റെ ശബ്ദം കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ആ ഹെഡ്സെറ്റ് എടുത്ത് വെക്കടി. ആടി, എനിക്ക് ചൊറിച്ചില്ല. ഇതൊന്നൊന്ന് മാന്തി തരുമോ? നിനക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ നിന്റെ വട്ടച്ചോറി മാന്തിയിട്ട്. ഇത് ചെറിയനെ നേരെ വെളുക്കാമ്പോ തുടങ്ങിയോ രണ്ടും കൂടെ കീരിയും പാമ്പുമായിട്ട്. ഓഹ്, മനുഷ്യനെ നല്ല മൂഡ് കളയാനായിട്ട് ഒന്ന് മിണ്ടാതിരിക്കൂ. ചെറിയനെ നമ്മുടെ സൗഹൃദ സംഭാഷണം പ്രിയ സീരിയസ് ആക്കി. നീ നൈസായിട്ട് വരാൻ നിൽക്കണ്ട, ഞാൻ സീരിയസാ. എന്നാ ഞാനും സീരിയലാ. അല്ല പിന്നെ സീരിയലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, ഇന്നലത്തെ കുടുംബവിളക്കിൻ്റെ എപ്പിസോഡ് കണ്ടില്ല. അതൊന്ന് കാണട്ടെ. അതങ്ങനെ ഒരു സീരിയൽ ഭ്രാന്തി. പാത്രം കഴുകാൻ പോലും പട്ടുസാരിയും 100 പവന്റെ സ്വർണ്ണോട്ടോരോ പട്ടിശോകളാണ്. ഞാൻ കുടുംബവിളക്കെന്നല്ല പറയണ്ട, കുടുംബ വഴക്കെന്നാ പറയണ്ട. ഇവളാള് നാറിയാണെങ്കിലും ആ പറഞ്ഞത് കാര്യം ഇത് കഴുത പറഞ്ഞാൽ അംഗീകരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്കിട്ട് താങ്ങണ്ട. അതെ, നിങ്ങൾ രണ്ടുപേരും എന്തറിഞ്ഞിട്ടാ പരിഭാവനമായ സീരിയലിനെ കുറ്റം പറയുന്നത്? സീരിയലിൽ അത്യാവശ്യം അവിഹിതം ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളായിട്ട് അബോധം പറയണ്ടല്ലോ. അല്ല ചെറിനെ? അതെ അതെ, 10 കൂട്ടം പട്ടുസാരി, 19 പവന്റെ സ്വർണ്ണാഭരണം, പോരുമുത്ത അമ്മായിയമ്മ, ഭാര്യൻ്റെ പുറകെ കിടക്കുന്ന അമ്മായിയച്ഛൻ, കുശുമ്പും കുന്നായ്മയും ചേർന്ന മകള്, ഒരു മൊണ്ണ മകൻ, വായിൽ വിരലിട്ടാ പോലും കടിക്കാത്ത മരുമകള്, ഇവയെല്ലാം ചേർത്ത് കുറച്ച് അവീതവും ചേർത്ത് ഏത് ഊളകളെയും കരയ്ക്കുന്ന മൂഞ്ചിയ സീരിയൽ റെഡി. ഇതിനെ ഏത് കളറും ചേർത്ത് ഏത് ഷേപ്പിലും ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ പൊന്ന് ചെറിമോളെ, നിനക്ക് ഇത്രയും അറിവുണ്ടായിരുന്നു. നീ ഇപ്പോൾ ഒരു സംഭവത്തിൽ നിന്നും ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തി. നിങ്ങളിങ്ങനെ കാട് കയറി വെടിവെക്കാതെ രാത്രി 7 മണിയായ എന്ത് മല മറയ്ക്കണ പണിയും മാറ്റി വെച്ചിട്ട് എല്ലാ മലയാളി കുടുംബങ്ങളും ഒരു TV-യുടെ കീഴിൽ ഒന്നിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സീരിയലിന് മാത്രമേ പറ്റത്തുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നീ സീരിയൽ ഫാനാണോ? വെറുതെ അല്ല ഇങ്ങനെ കാട്ടുകോഴിയായത്. അജാതി ടിപ്സ് അല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണത്. നിങ്ങൾ ഈ ചിലയ്ക്കും പോലെയൊന്നുമല്ല സീരിയല്. അതില്ലെങ്കിലും ഈ ന്യൂ ജനറേഷനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ കുറെ നേരമായി ചിലക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചിലക്കാൻ തുടങ്ങിയിട്ട്. ചിലക്കാൻ ഞങ്ങൾ എന്താണ് പല്ലികളാ? ഇതിലും ഭേദം പല്ലികളാ. എൻ്റെ പൊന്നു പ്രിയെ, ഇവൾമാരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളെ ഊർജ്ജം വെറുതെ പോവാന്നല്ലാതെ. ആഹാ, പിന്നെ ഇങ്ങനെ നമ്മളെ നാട് നന്നാവാന് ഇവൾമാരൊക്കെയല്ലേ ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നു. അതേന്ന്. അതെ, വല്ലാതെ പുച്ഛിക്കാതെ. 1 മിനിറ്റ്, നീ രാത്രി ഉറക്കമൊഴിച്ചിട്ട് എന്തോന്നാ ഇരുന്ന് കാണുന്നത്? കൊറിയൻ ഡ്രാമ ആണേ. നീയോ? നീ ആ മറ്റേ കൊറിയൻ വെബ് സീരീസ് ഇപ്പോഴും മുടങ്ങാതിരുന്ന് കാണുന്നില്ലേ? അതിനെന്താ? നിങ്ങളൊക്കെ കാണുമ്പോൾ സീരീസ്, ഞങ്ങളൊക്കെ കണ്ടാലോ അത് കൂതറ സീരിയല്. നിന്റെ ആ അമ്മായിമ്മ പോരും അവീതമുള്ള മെഗാ സീരിയലും ഞങ്ങളുടെ കൊറിയൻ ഡ്രാമയും തമ്മിൽ താരതമ്യം ചെയ്യല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞേ.
നിങ്ങളുടെ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് ഞങ്ങൾ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അത് ഞങ്ങൾ കുതിരാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു വരുമോ? അതുപോലെ തന്നെ ഞങ്ങളെ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ മോശമെന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ സംഭവിക്കും? ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് എന്തിഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും എല്ലാത്തിനും ഉള്ള അവകാശമുണ്ട് കേട്ടാ. എനിക്കെല്ലാം മനസ്സിലായി. തിരുപ്പതിയായി. ഏതാണ് മോശം ഏതാണ് നല്ലതെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തത്വശാസ്ത്രം വിളമ്പൊന്നും വേണ്ട. അതിന് കുറച്ച് കോമൺ സെൻസ് മതി. പിന്നെന്താ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശന സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ഈ മറക്കണ്ട. അതെ, നിങ്ങളിരുന്ന് തല്ലുകൂടും. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഞാനൊന്നും പോട്ടെ. ആ പോയി വല്ല കുടുംബവളക്കോ കൂത്തുവളക്കോ ഞാൻ അതും പോരെങ്കിൽ വല്ല മണ്ണെണ്ണ കൊടുത്തു. ഇനി നക്കിനിയെ നീ വെറുതെ. അല്ലെങ്കിൽ നിനക്ക് പണ്ടേ ഉള്ളത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കൊത്തണ സ്വഭാവം. ഞാൻ ആലോചിക്കായിരുന്നേ ഇവർക്കൊക്കെ എന്നാ ഇനി നേരം വെളുക്കാന്ന്. നീ റൂമിന് താമസം മതി ഇവിടെ. ചളിയടിക്കാതെ എന്നെ ഒന്ന് പിടിക്കടി. അല്ലെങ്കിൽ തലക്ക് ഭയങ്കര കനവാ. ഒന്ന് ചളിയടിക്കാതെ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടി. നേരത്തെ പറയണ്ടേ. ഇടി പട്ടി, എന്ത് പണിയാടി നീ കാണിച്ചേ? അവള് വിടാൻ പറഞ്ഞിട്ട് വിട്ടില്ലെങ്കിൽ ഞാൻ കണ്ണിച്ചോരില്ലാത്തവളായി പോവില്ലേ? ഏത് ഗ്രഹത്തുനിന്ന് വന്നതാണോ നോക്കി എനിക്ക് അത് പിടിക്കാൻ പോലും. ഒന്ന് പൊടി പട്ടിയോട്. ഇടി നിനക്കൊക്കെ സോപ്പ് എടുത്തോർത്ത് വെച്ചോറി. സോപ്പിന് വേണ്ടേ സ്വാതന്ത്ര്യം? അതാ ഞാൻ അങ്ങനെ നിലത്തിട്ടെ. നീ ഒന്ന് മുന്നിലേക്ക് വന്നേ. എന്താ എന്തെങ്കിലും അന്ത്യാഭിലാഷം ഉണ്ടോ? അന്ത്യാഭിലാഷം എങ്ങനെ സാധിച്ചു തരുമെന്ന് എനിക്കറിയാലോ. ഞാൻ തിരിഞ്ഞു നിന്നെ മോളെ. എടുത്ത സോപ്പ് എടുത്തോർത്ത് വെച്ചോറി നിനക്ക്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ചവിട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. പ്രിയ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ പോണോ? ഒന്നുമില്ല, പോണ്ട. ചന്തി കുത്തി വീണ ഭാഗ്യം. തലേങ്ങാനോടെ ഇടിച്ചെങ്കിൽ പണി പണിയാണ്. ചന്തിക്ക് എന്താ ഒരു വിചാരവും വികാരവും ഒന്നും ഇല്ല. അതിനുണ്ട് വേദനകളൊക്കെ. ഒന്ന് ചളിയടിക്കാനൊന്ന് പോയേ. നിന്റെ പൊന്നു പ്രിയ, നിന്റെ ഹോസ്പിറ്റലിൽ വല്ല സൈക്കാട്രിസ്റ്റ് വല്ലതും ഉണ്ടോ? മിക്കവാറും ഇവളെ കൊണ്ടേ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. മിക്കവാറും ആ പുണ്യാർമ്മ ഞാൻ തന്നെ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്റെ ശരിനെ ആ കബോർഡിൽ കുഴമ്പ് ഇരിപ്പുണ്ട്. നീ അതൊന്നും എടുത്ത് എനിക്കൊന്ന് തടവി തരൂ. അപ്പൊ എന്റെ ചന്തിക്കാരിൽ തടവി തരും. പ്രിയ കാരണമല്ലേ നിന്റെ ചന്തി അമ്മതിയായത്. അപ്പൊ പ്രിയ തന്നെ അറിയി തരും. എനിക്ക് ആരുടെ മൂഡ് തടവാനുള്ള മൂഡൊന്നും ഇല്ല. പിന്നെ നീ കാരണമല്ലേ പ്രിയ വീണത്. അപ്പൊ നീ തടവി തരണം. ഞാനിവിടെ പറയണതാണ് പ്രശ്നം. ഞാൻ ഇനി പറയണില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്റെ പൊന്നു ഷെറിനെ ഇവളെ തടവ നിർത്തിക്കഴിഞ്ഞ് ഇവളെന്റെ ചാരിത്രം നശിപ്പിക്കും. അതുകൊണ്ട് ഇവള് വേണ്ട എനിക്ക്. നിന്റെ തലയിൽ തലച്ചോറിന് പകരം തലച്ചേറ് വല്ലതും ആണോ? എന്റെ പൊന്നെ, ചളി കേട്ട് കഴിഞ്ഞാൽ പറ്റ തള്ള പോലും സഹിക്കത്തില്ല. നിങ്ങളൊന്നും മിണ്ടാണ്ട് പോയി തരൂ. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനാ. ആരും തടവോ വേണ്ട പിടിക്കോ വേണ്ട. അല്ലെ നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? എന്ത് തീരുമാനം? അല്ലെ ട്രീറ്റിന്റെ കാര്യം. എന്ത് ട്രീറ്റ്? അന്ന് സ്പോൺസർ ചെയ്തില്ലേ ആ ട്രീറ്റ്? പക്ഷേ കള്ളൻ